എവ്രിവൺ, വെൽക്കം ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. ഇന്ന് മിസ്റ്റർ ബാൾഡ് ആൻഡ് ബിയർഡ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാനാണ് റിവ്യൂ പറയാൻ പോകുന്നത്. ഒരു ചേഞ്ച് ആർക്കായാലും ഇഷ്ടമാണല്ലോ അല്ലേ? സോ ഇന്നലെ നമ്മൾ ഒരു അടിപൊളി മൂവി കണ്ടിട്ട് വന്നിട്ടുണ്ട്. ഗോഡ്സില വേഴ്സസ് കോങ് ദ ന്യൂ എംപയർ. ഇത് 2001 ഇറങ്ങിയ ഗോഡ്സില വേഴ്സസ് കോങ്ങിന്റെ സീക്വൽ ആണ്. ഒരു അടിപൊളി സിനിമ. ഓക്കെ, ഒരു 3D എക്സ്പീരിയൻസ് നല്ല മനോഹരമായി ത്രില്ലിംഗ് ആയി നമുക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് കഥകളൊക്കെ അറിയാൻ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇത് നമ്മളെ വേറെ തന്നെ ഒരു വേൾഡിലേക്ക് എത്തിക്കുകയാണ്. ഒരു വിഷ്വൽ ഇഫക്ട്സ് ആയാലും എന്തായാലും ശരി, വൺ ഓഫ് എ കൈൻഡ് മൂവിയാണ്. മസ്റ്റ് വാച്ച് ആണ്. നിങ്ങൾ ഈ ഒരു എന്താ മോൺസ്റ്റർ വേഴ്സിലുള്ള ഫിലിംസ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇത് എന്തായാലും കാണും. ഇത് 5th ഫിലിമാണ് മോൺസ്റ്റർ വേഴ്സ് ഫ്രാഞ്ചൈസ് ഇറക്കുന്നത്. 33rd ഗോഡ്സില മൂവിയാണ്. 13th കിങ് കോങ് മൂവിയാണ്. സോ ദിസ് മൂവി ഈസ് ജസ്റ്റ് വാവ്. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് ഈ മൂവി എന്താ പറയുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. Kong is calling for help. ഈ മൂവി ബേസ്ഡ് ഓൺ ഓൾറെഡി 1992 ഒരു ജപ്പാനീസ് മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഗോഡ്സില ആൻഡ് മൊയ്ത്ര എന്ന് പറഞ്ഞൊരു മൂവി. അത് ആ ഒരു മൂവി ടോഹോ ആൻഡ് കമ്പനി ലിമിറ്റഡ് ആണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു മൂവിയുടെ സ്റ്റോറി അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ്. സോ ഈ മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ആദം വിങ്ങാർഡ് ആണ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് വാർണർ ബ്രോസ് പിക്ചേഴ്സും പിന്നെ തോഹോ കമ്പനി ലിമിറ്റഡും ആണ്. ഈ തോഹോ കമ്പനി ലിമിറ്റഡ് തന്നെയാണ് 1992 ജപ്പാനീസ് മൂവിയായ ഗോഡ്സില ആൻഡ് മൊയ്ത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവർ തന്നെയാണ് ഇതിനും ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിലെ ക്യാരക്ടേഴ്സ് ആയ ജിയ, പിന്നെ ഇല്ലീൻ, പിന്നെ ബേണി, ഈ 3 ക്യാരക്ടേഴ്സ് 2021 ഗോഡ്സില വേഴ്സസ് കോങ്ങിൽ ഉണ്ടായ ക്യാരക്ടേഴ്സ് തന്നെയാണ്. ജിയ എന്ന് പറയുന്ന ഒരു കുട്ടി ഇവി ട്രൈബിന്റെ ഭാഗമായിട്ട് സ്കൾ ഐലാൻഡിൽ നിന്ന് ഇല്ലേനെ എടുത്തുകൊണ്ട് വളർത്തുന്ന കുട്ടിയാണ്. അപ്പൊ ആ ഒരു കുട്ടീനെയും ഇല്ലേനെയും പിന്നെ ബേണിനെയും ഈ ഒരു മൂവിയിലേക്കും അവര് റീകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന് ഈ ഒരു മൂവിക്ക് ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സയന്റിഫിക്കലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എസെൻസ് നമുക്ക് ഈ മൂവിയിൽ കാണാൻ പറ്റും. ഈ ഒരു മൂവിയിൽ നമുക്ക് ഹോളോ എർത്ത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കിട്ടും. അവിടെയാണ് കിങ് കോങ്ങിന്റെ താമസ സ്ഥലം. ഓക്കെ, അതായത് സർഫേസ് എർത്ത് നിന്നും താഴെ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഹോളോ എർത്ത്. ആ ഒരു ഹോളോ എർത്തിനെ എത്രമാത്രം മനോഹരമാക്കാം അത്രമാത്രം മനോഹരമാക്കി നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാണ്. അതായത് ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് നമ്മൾ 3Dയിലാണ് കാണുന്നത്. അപ്പൊ നമ്മളും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാണ്. ആ ഒരു ഹോളോ എർത്തിലേക്ക് നമ്മളും പതിയെ അറിയാതെ നമ്മളും കടന്നു പോവാണ്. ഒരു മാജിക്കൽ കളേഴ്സ് ആണ് അവിടെ ഉള്ളത്. നമുക്ക് ആ ഒരു അവിടെ മാജിക് ആണ് നടക്കുന്നത് അല്ലെങ്കിൽ ബിയോണ്ട് ദ വേൾഡ് ആണ് നടക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്ത കളർ തീം, അവർ യൂസ് ചെയ്തിട്ടുള്ള ഓരോ എന്താ സിനാരിയോ, ഇതൊക്കെ നമ്മളെ വല്ലാതെ അങ്ങോട്ടേക്ക് അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും. ഇൻവേർട്ടഡ് പിരമിഡ് ഉണ്ട്, 3 പിരമിഡാണ് അവിടെ ഉള്ളത്, ഇൻവേർട്ടഡ് പിരമിഡ്, പിന്നെ ടെലിപോർട്ടിംഗ് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങൾ. ഇതൊക്കെ നമുക്ക് വല്ലാതെ ഒരു ഔട്ട് ഓഫ് വേൾഡ് എക്സ്പീരിയൻസ് ആണ്, ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് ആ ഒരു മൂവിയിലൂടെ തരുന്നത്. പിന്നെ ഇതില് കിങ് കോങ് ആൻഡ് ഗോഡ്സില നമുക്ക് ഒരു ഫൈറ്റ് കാണാൻ പറ്റുന്നത് ഏറ്റവും എൻഡിലാണ്. കിങ് കോങ് വേഴ്സസ് ഗോഡ്സില ഫൈറ്റ് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ഇത് അവര് തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. ഹിയർ കിങ് കോങ് എന്താ ചെയ്യുന്നത് വെച്ചാല് ഗോഡ്സിലയുടെ ഹെൽപ്പ് യൂസ് ചെയ്യാൻ പോവാണ്. കിങ് കോങ് വാണ്ടഡ് ഗോഡ്സിലയുടെ ഒരു ഹെൽപ്പ് കിങ് കോങ്ങിന് വേണം. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ ഒരു മൂവി ഇറക്കിയിട്ടുള്ളത്. ബിക്കോസ് ഇതിൽ നമുക്ക് പുതിയ കുറച്ച് ക്യാരക്ടേഴ്സും കൂടെ വരുന്നുണ്ട്. ഒന്ന് ടൈറ്റൻസ് ആണ്, ഷിമോ എന്ന് പറഞ്ഞ ഒരു ടൈറ്റൻ, അത് ഗോഡ്സിലിനെ പോലെ തന്നെയാണ് കാണാനുള്ളത്. പിന്നെ വരുന്നത് സ്കാർക്കിംഗ് ആണ്. സ്കാർക്കിംഗ് എന്ന് വെച്ചാൽ ഏപ്പ് കാറ്റഗറിയിൽ വരുന്ന, അതായത് കോങ്ങിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ് സ്കാർക്കിംഗ്. അപ്പൊ സ്കാർക്കിംഗ് ആണ് ഇവിടെ വില്ലൻ. ഈ സ്കാർക്കിങ്ങിനെ അടിച്ച് പരത്തി മലർത്തി അടിക്കാൻ വേണ്ടി വരുന്ന 3 ഒരു ഗ്രൂപ്പാണ് നമ്മളുടെ ഗോഡ്സില, കോങ്, പിന്നെ ഷീമോ എന്ന് പറഞ്ഞ ഓൾഡസ്റ്റ് ടൈറ്റൻ. അപ്പൊ ഈ ഒരു ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയാണ് നമ്മളുടെ കിങ് കോങ് ആൻഡ് ഗോഡ്സില വേഴ്സസ് കിങ് കോങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പ്ലസ് ഇതില് നമ്മളുടെ നേരത്തെ പറഞ്ഞ ജിയ, ആ കുട്ടി ഇവി ട്രൈബ് എന്നാണ് വരുന്നത്. ഇവി ട്രൈബ് എന്ന് വെച്ചാൽ നമ്മളുടെ സ്കൾ ഐലാൻഡ്, അതായത് 2021 ഇറങ്ങിയ ഗോഡ്സില വേഴ്സസ് കിങ് കോങ്ങിലെ
ഇവി ട്രൈബില്, അതായത് സ്കൾ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത് കൊണ്ടുവന്ന കുട്ടിയാണ്. ആ കുട്ടി കാരണമാണ് മൊയ്ത്ര എന്ന് പറഞ്ഞ സ്പിരിച്വൽ, എല്ലാവരെക്കാളും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടൈറ്റൻ ആണ് മൊയ്ത്ര, ഗോഡസ് ആണ്. അപ്പൊ ആ ഗോഡസിലേക്കുള്ള ഒരു കീ ആയിട്ടാണ് ഇവിടെ ജിയ എന്ന ആ ഒരു കുട്ടീനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആ കുട്ടിക്ക് മാത്രമേ ഇതിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ആ കുട്ടിയുടെ പ്രസൻസിൽ മാത്രമേ മൊയ്ത്ര തിരിച്ചു വരുള്ളൂ. ബിക്കോസ് ഐവി ട്രൈബിലുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഫിലിമില് ഒരു ഹ്യൂമൻ പ്ലസ് സൂപ്പർ നാച്ചുറൽ എന്നൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ മൊയ്ത്ര വരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇറ്റ് ഇസ് എ ബി, ഒരു ബി അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ആണോ ബി ആണോ നമുക്ക് എന്താണെന്നറിയില്ല. ആ ഒരു ഫീൽ, ആ മൊയ്ത്ര നമ്മളുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മളും അതിന്റെ ഒരു ഭാഗമായി നമ്മൾ അറിയാതെ ഇങ്ങനെ വണ്ടറടിച്ചിരുന്നു. അത്രയും ഭംഗിയായിട്ടാണ് ആ ഒരു മൊയ്ത്ര എന്ന ഒരു സംഭവത്തിനെ VFX ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവരെല്ലാരും സേവ് ചെയ്യുന്നതും മൊയ്ത്രയാണ്. ഗോഡ്സിലിനെ കൺവിൻസ് ചെയ്ത് ഹോളോത്തിലേക്ക് കൊണ്ടുവരുന്നതും മൊയ്ത്രയാണ്. സോ ഇതാണ് ഗോഡ്സില വേഴ്സസ് കോങ് ദ ന്യൂ എംപയറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് മൂവിയാണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹോളിവുഡ് മൂവീസിന് മാത്രമേ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. സോ സജഷൻ ഇത് മാത്രമാണ്, നിങ്ങൾ 3D ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്ററിൽ പോയി 3D എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു and have a nice day. See you until next time.